താമരശ്ശേരി അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് 300 മീറ്റർ ചുറ്റളവിലും ഫ്രഷ് കട്ടിലേക്കുള്ള റോഡുകളുടെ 50 മീറ്ററിനുള്ളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഈ പ്ലാന്റ് തുറക്കുന്ന കാര്യത്തിൽ മാനേജ്മെന്റ് തീരുമാനമെടുത്തിട്ടില്ല. തുറന്നാൽ സമരം പുനരാരംഭിക്കും എന്ന നിലപാടിലാണ് ഇപ്പോൾ സമരസമിതി ഉള്ളത്. മേഘ നമ്മളോടൊപ്പം ചേരുന്നു വിവരങ്ങൾ നൽകാനായി. മേഘ, ആ പ്രദേശത്തിന്റെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിൽക്കുന്ന പ്രദേശത്തിന്റെ ചുറ്റളവിൽ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്ലാന്റ് തുറന്നാൽ സമരമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് സമരസമിതിയും നൽകിയിട്ടുണ്ടല്ലേ? അതെ മനു, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പ്രദേശത്ത്, അതായത് പ്ലാന്റിന്റെ 300 മീറ്റർ ചുറ്റളവ്, പ്ലാന്റിനും അമ്പായത്തോടിനും ഇടയിലുള്ള റോഡിന്റെ ഇരുവശത്തുമുള്ള 50 മീറ്റർ പ്രദേശം, അമ്പായത്തോട് ജംഗ്ഷന്റെ 100 മീറ്റർ ചുറ്റളവ് എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നിരുന്നു. കർശനമായ നിബന്ധനകളോട് കൂടി തന്നെ ഈ പ്ലാന്റിന്റെ പ്രവർത്തനം തുറന്ന് പ്രവർത്തിപ്പിക്കാമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെ പ്രദേശത്ത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കൂടി ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നിരോധനാജ്ഞ 7 ദിവസത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് പ്ലാന്റ് തുറക്കും എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്ലാന്റിൽ തൊഴിലാളികൾക്ക് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. അതായത് ഈ പ്ലാന്റിന്റെ പല സ്ഥലങ്ങളിലും കത്തി നശിച്ച പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഈ പ്രവർത്തനം തുടരാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ഈ ഫാക്ടറിയുടെ ഉടമകൾ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും ഇന്നും തുറക്കില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിനും അതിനൊപ്പം തന്നെ അവിടെയുള്ള തൊഴിലാളികൾക്കും ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പോലീസ് സുരക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ എന്നതാണ് ഈ പ്ലാന്റ് ഉടമകൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണ് ഇന്ന് മുതൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഏതായാലും ഇന്നും പ്ലാന്റ് തുറക്കില്ല എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മനു, ശരി, ഓക്കെ, താങ്ക് യു. മേഘയാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.